സംരക്ഷണത്തിൻ്റെ മാതാവേ, ഈ പ്രാർത്ഥന ലളിതമെങ്കിലും അഗാധമായ വിശ്വാസവും ശരണാഗതിയും പ്രകടമാക്കുന്ന ഒന്നാണ്. മാതൃസഹജമായ വാത്സല്യത്തോടെ ദൈവമാതാവ് നമ്മെ സംരക്ഷിക്കുന്നു എന്ന ഉറച്ച വിശ്വാസമാണ് ഇതിൻ്റെ ഓരോ വരിയിലും നിഴലിക്കുന്നത്. മാതൃത്വത്തിൻ്റെ തണൽ. പ്രാർത്ഥന ആരംഭിക്കുന്നത് തന്നെ സംരക്ഷണത്തിൻ്റെ മാതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ്. ഒരു കുട്ടി തൻ്റെ അമ്മയുടെ സാമീപ്യത്തിൽ അനുഭവിക്കുന്ന സുരക്ഷിതത്വവും ആത്മീയ തലയിൽ മാതാവിൽ നിന്ന് വിശ്വാസി ആഗ്രഹിക്കുന്നു. മറിയം വെറുമൊരു മധ്യസ്ഥയല്ല, മറിച്ച് തൻ്റെ മക്കളെ അപകടങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്ന ഒരു വലിയ കോട്ടയാണ്. കുടുംബത്തിൻ്റെ സമർപ്പണം. എന്നെയും എൻ്റെ കുടുംബത്തെയും എന്ന പ്രത്യേകം എടുത്തു പറയുന്നതിലൂടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കപ്പുറം കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കാണ് ഇവിടെ മുൻഗണന നൽകുന്നത്. ഒരു കുടുംബത്തിലെ സമാധാനവും ഐക്യവും നിലനിർത്താൻ ദൈവികമായ ഇടപെടൽ അത്യാവശ്യമാണെന്ന് ഈ വരികൾ ഓർമ്മിപ്പിക്കുന്നു. മറിയത്തിൻ്റെ മൂടുപടം. നിന്റെ മൂടുപടത്തിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കണമേ എന്നത് ക്രിസ്തീയ കലകളിലും ഭക്തിയിലും വളരെ പ്രശസ്തമായ ഒരു സങ്കല്പമാണ്. പുരാതന കാലം മുതൽ മാതാവിൻ്റെ വിരിച്ച പിൻകോട്ട് അല്ലെങ്കിൽ മൂടുപടം അഭയാർത്ഥികൾക്കും പാവപ്പെട്ടവർക്കും നൽകുന്ന സംരക്ഷണത്തിൻ്റെ അടയാളമാണ്. ഈ മൂടുപടത്തിനടിയിൽ സാത്താനോ തിന്മയ്ക്കോ കടന്നു വരാൻ കഴിയില്ല എന്ന വിശ്വാസം ഇതിലുണ്ട്. തിന്മകളിൽ നിന്നുള്ള മോചനം. രോഗങ്ങൾ, അപകടങ്ങൾ, ദുഷ്ടതകൾ എന്നിവ മനുഷ്യ ജീവിതത്തിലെ അപ്രതീക്ഷിത വെല്ലുവിളികളാണ്. രോഗങ്ങൾ, ശാരീരികവും മാനസികവുമായ തളർച്ചകളിൽ മാതാവിൻ്റെ സൗഖ്യം തേടുന്നു. അപകടങ്ങൾ, യാത്രകളിലും ജോലികളിലും സംഭവിക്കാവുന്ന അപ്രതീക്ഷിത ദുരന്തങ്ങളിൽ നിന്നുള്ള കാവൽ. ദുഷ്ടതകൾ, അസൂയ, വിദ്വേഷം, ആത്മീയമായ പതനം തുടങ്ങിയവയിൽ നിന്നുള്ള ആത്മീയ സംരക്ഷണം. യാത്രകളിലെ കൂട്ട്. എല്ലാ യാത്രകളിലും ഞങ്ങളോടൊപ്പം ഇരിക്കണമേ എന്ന യാചന വളരെ പ്രസക്തമാണ്. ജീവിതം തന്നെ ഒരു വലിയ യാത്രയാണ്. ശാരീരികമായ യാത്രകളിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെയുള്ള യാത്രയിലും മാതാവ് ഒരു വഴികാട്ടിയായി കൂടെ ഉണ്ടാകണമെന്ന് ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നു. ആത്മീയമായ അർത്ഥം. ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ വിശ്വാസി തൻ്റെ അഹംഭാവം വെടിഞ്ഞ് പൂർണ്ണമായും ദൈവഹിതത്തിന് കീഴടങ്ങുന്നു. മാതാവ് വഴി ദൈവത്തിലേക്ക് എളുപ്പത്തിൽ എത്താൻ സാധിക്കുമെന്ന ബോധ്യം ഇത് നൽകുന്നു. നിസ്സഹായതയുടെ നിമിഷങ്ങളിൽ പ്രത്യാശയുടെ പ്രകാശമായി ഈ വാക്കുകൾ മാറുന്നു. ഈ പ്രാർത്ഥന വെറും വാക്കുകളല്ല, മറിച്ച് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്നുള്ള വിലാപവും അപേക്ഷയുമാണ്. മാതാവിൻ്റെ മാധ്യസ്ഥ്യം വഴി ലഭിക്കുന്ന ആത്മവിശ്വാസം ഏതൊരു പ്രതിസന്ധിയെയും നേരിടാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്നു. ലളിതമായ മലയാളത്തിൽ രചിക്കപ്പെട്ട ഈ പ്രാർത്ഥന നിത്യവും ചൊല്ലുന്നത് കുടുംബങ്ങളിൽ ദൈവാനുഗ്രഹം നിറയാൻ സഹായിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.